സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പേരിൽ ഇടുക്കി പേരുംതൊട്ടി സ്വദേശി ജോസി ജോസഫിനെതിരെ എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും കേസ് ഒഴിവാക്കാൻ നടപടിയില്ല. പോലീസുകാരി മർദ്ദിച്ചുവെന്ന് പരാതി നൽകിയതിന് കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജോസിയുടെ ആരോപണം. ജോസിക്കെതിരെ തങ്കമണി പോലീസിൽ നൽകിയ പരാതി വ്യാജമാണെന്ന് കാൽവരിമൗണ്ട് സ്വദേശി രഞ്ജിനി എഴുതി നൽകിയിരുന്നു. 2024 ഡിസംബർ 29 നടന്ന സംഭവമാണ് പരാതിക്ക് ആധാരമെന്നായിരുന്നു രഞ്ജിനി പറഞ്ഞത്. ജോസി ജോലി ചെയ്യുന്ന കാൽവരിമൗണ്ടിലെ റിസോർട്ടിന് സമീപം വെച്ച് അശ്ലീല ആംഗ്യം കാണിക്കുകയും ഉടുതുണി ഉയർത്തി കാട്ടുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. എന്നാൽ ഈ ദിവസം ജോസി പെരുന്തൊട്ടിയിലെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന DYSP നടത്തിയ അന്വേഷണത്തിൽ ജോസിക്കെതിരായ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. തങ്കമണി CI അന്വേഷണം നടത്താതെ കേസെടുത്തുവെന്നും തെളിഞ്ഞു. നേരായിട്ടുള്ള അന്വേഷണം നടക്കണം, സത്യം പുറത്തു വരണം. ഈ സംഭവം എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ട് ഇവർ മുഴുവൻ നോട്ടീസ് ഇട്ടായിരുന്നു. ഒരു 500ഓളം കോപ്പികൾ എൻ്റെ നാട്ടിലിട്ടായിരുന്നു. അപ്പം നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി. എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വൈഫ് പുറത്താണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇനി ഈ കേസ് തീരാതെ എനിക്ക് പോക്ക് നടക്കത്തില്ല. എൻ്റെ വീട്ടിലൊരു കൊച്ചും മമ്മി മാത്രമേ ഉള്ളൂ. പപ്പ മരിച്ചുപോയി. അപ്പം പപ്പ ഉണ്ടാക്കിയേക്കുന്ന ഒരു മാന്യത മര്യാദ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനായിട്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാവരും ആക്ഷേപം. 2024 ജൂൺ മാസത്തിൽ അതിർത്തി തർക്കത്തിനിടെ കാൽവരിമൗണ്ട് സ്വദേശിയും വനിതാ പോലീസുമായ മിനിക്കുട്ടി രാജപ്പൻ ജോസിയെ മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ ജോസി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും മിനിക്കുട്ടിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യം മൂലമാണ് തനിക്കെതിരെ മിനിക്കുട്ടി സുഹൃത്തായ രഞ്ജിനിയെ കൊണ്ട് വ്യാജ പരാതി കൊടുപ്പിച്ച് കേസെടുപ്പിച്ചതെന്നാണ് ജോസി പറയുന്നത്. അതേസമയം ജോസിക്കെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ കോടതി തീരുമാനം വന്നതിന് ശേഷമേ കേസ് ഒഴിവാക്കാനാകൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.